നമസ്കാരം കൂട്ടുകാരെ. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നല്ലേ? 2-3 ദിവസമായിട്ട് കിക്കൊക്കെ എല്ലാവരുടെയും പോയോ? എനിക്ക് ഇതുവരെയും പോയിട്ടില്ല. എന്നെപ്പോലെ തന്നെ ഒരുപാട് പ്രാവശ്യം ഹൈലൈറ്റ്സുകളും റിവ്യൂകളൊക്കെ കാണുന്ന ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റ് പ്രേമികൾ, പ്രത്യേകിച്ച് മലയാളികൾ കാണും. കാരണം നമ്മുടെ പയ്യൻ, നമ്മുടെ സഞ്ജു സാംസൻ്റെ കളി വീണ്ടും വീണ്ടും കണ്ടാലും കൊതി തീരാത്തൊരു നിമിഷമാണ്. എനിക്കും അതുപോലെ തന്നെയാണ്. എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. സഞ്ജു സാംസൺ നമ്മുടെ വീട്ടിലെ ഒരാൾ കളിച്ച പോലെയല്ലേ നമുക്ക് ആ ഫീല്? സത്യം പറ, എനിക്ക് ആ ഫീലാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു അനിയനോ ഒരു ചേട്ടനൊക്കെ കളിച്ച ഒരു ഫീലാണ് എനിക്കുള്ളത്. എത്ര നാളായിട്ട് പ്രാർത്ഥനയായിരുന്നു സഞ്ജുവിൻ്റെ ഇങ്ങനത്തെ ഒരു ഇന്നിങ്സ് അല്ലേ. അത് കറക്റ്റ് സമയത്ത് സ്പോട്ട് നമുക്ക് വേണ്ട സമയത്ത് തന്നെ സഞ്ജുവിന് കളിക്കാൻ പറ്റി. പണ്ട് ധോണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒക്കെ അമ്പലങ്ങളിലും ഒക്കെ വഴിപാട് നടത്തുന്നു, വെടിക്കെട്ട് നടത്തുന്നു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു, ഒരാൾ സഞ്ജു സാംസന് വേണ്ടി വഴിപാട് നടത്തുന്നത്. സോ എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു, സഞ്ജു കളിച്ചു. ഇനി ഉള്ളത് നമുക്ക് സെമി ഫൈനലാണ്. ഇംഗ്ലണ്ട് ചെറിയ ടീമല്ല, ശക്തിയേറിയ ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അഭിഷേക് ശർമ്മയും കൂടെ ഫോമിലോട്ട് വരിക. സഞ്ജുവും അഭിഷേക് ശർമ്മയും നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക, പഴയ അവരുടെ ആ കൂട്ടുകെട്ട് പോലെ തന്നെ. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, അങ്ങനെ ഒരു ഇന്നിങ്സ് കളിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം എല്ലാവരും സഞ്ജുവിനെ പ്രശംസിച്ച് വീഡിയോകളിട്ടു. നമ്മളെല്ലാവരും സഞ്ജുവിൻ്റെ പേരാണ് പറയുന്നത്. പക്ഷേ ആ ക്രൂഷ്യൽ സമയത്ത് വന്ന് പെർഫോം ചെയ്ത ശിവൻ ദുബെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ പോയ പ്രഷറിൽ റണ്ണേറ്റ് വേണ്ട ഒരു സമയത്ത് ശിവൻ ദുബെ വന്ന് അടിച്ച ആ 2 4-ന് സഞ്ജു ചെയ്ത 97-ൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു മാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം ആ 4 പോയില്ല, ഇൻ കേസ് അത് മറിച്ചായിരുന്നു ഫലമെങ്കിൽ ഈ സഞ്ജുവിൻ്റെ 97 ആരും പറയാനായിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപോലെ തന്നെ ക്രെഡിറ്റ് പറ്റേണ്ട ഒരാളാണ്, ക്രെഡിറ്റ് അർഹിക്കുന്ന ഒരാളാണ് ശിവൻ ദുബെ. അപ്പം ശിവൻ ദുബെക്ക് ആ ക്രെഡിറ്റ് വേണം. പിന്നെ സെമി ഫൈനലിൽ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്, ക്രൗഡുണ്ട്. ടോസ് ഒരു വലിയ മാറ്ററാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയം 2 കൂട്ടർക്കും നല്ലൊരു പിച്ചാണെന്ന് കരുതുന്നു. നേരത്തെ 2 പ്രാവശ്യം ഇന്ത്യയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും സെമി ഫൈനലിൽ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യത്തെ ആദ്യത്തെ പ്രാവശ്യം ഇംഗ്ലണ്ട് അടിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചടിച്ച് നമ്മളതിന് പകരം കിട്ടി. ഈ പ്രാവശ്യം ആർക്കാണെന്ന് അറിയില്ല. നമ്മുടെ ആഗ്രഹം ഇന്ത്യ തന്നെ വരണം എന്നാണ്. പക്ഷെങ്കിൽ ബാക്കിയൊക്കെ അന്നത്തെ ദിവസം പോലെ ഇരിക്കും. പക്ഷെങ്കിൽ ഇംഗ്ലണ്ട് ഒരു ചെറിയ ടീമല്ല, നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ തന്നെ അവരെ അടിക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് അഭിഷേക് ശർമ്മയും ഒക്കെ കുറച്ചും കൂടെ ഉത്തരവാദിത്തത്തോടെ ഫോമിലൊക്കെ തിരിച്ച് വരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. സഞ്ജുവും അഭിഷേകും അതൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരിക്കും. അങ്ങനെ അവർ നിന്നിരുന്നെങ്കിൽ അവരത് ജയിക്കട്ടെ. പിന്നെ എൻ്റെ ഒരു ഭാഗത്തുനിന്നൊരു സജഷൻ, വരുൺ നമുക്ക് ബ്രേക്ക് നൽകുന്ന ഒരു ബൗളറൊക്കെയാണ് വരുൺ ചക്രവർത്തി. എന്നിരുന്നാൽ പോലും എക്സ്പീരിയൻസിൻ്റെ രീതിയിൽ വാങ്കഡയിൽ നമ്മുടെ കുൽദീപ് യാദവിനെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കുന്നു. ബാക്കിയൊക്കെ ടീം മാനേജ്മെൻറ്റ് തീരുമാനം എടുക്കുമായിരിക്കും. പക്ഷേ നമ്മുടെയൊക്കെ ആഗ്രഹം, എൻ്റെ ഒരു ആഗ്രഹം, ചിലപ്പം ഒരു ടേണിംഗ് പോയിൻറ്റുകൾ കുൽദീപ് യാദവ് വന്നു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. എപ്പോഴും വരുൺ നമുക്ക് ടേണിംഗ് പോയിൻ്റ് തരാറുള്ളൊരു ബൗളറാണ്. തീർച്ചയായിട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല, ഒരാഗ്രഹമാണ്. പിന്നെ സിറാജ് തിരിച്ചു വന്ന ഒരു മാച്ചിൽ കൊടുത്ത സമയത്ത് പുള്ളി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പം സിറാജ് വരണോ അർഷദീപിനെ നിലനിർത്തണോ എന്നാണ് ഒരു ഡൗട്ട്. ബാക്കിയെല്ലാം സെറ്റ് ടീമാണ്. അക്സർ വേണം ടീമിൽ, എന്നെ ആണെങ്കിലും മാറ്റരുത്, വേറെ ആരും കൊണ്ടുവരരുത്. അക്സർ പട്ടേൽ അവിടെ തന്നെ വേണം. നമുക്ക് ജയിക്കാൻ പറ്റണം. അപ്പോൾ അടുത്ത മാച്ച് കട്ട വെയിറ്റിംഗ് ആണ്. വ്യാഴാഴ്ച രാവിലെ, ഇവിടെ രാവിലെയാണ്, നാട്ടിൽ രാത്രി നമ്മൾ മാച്ച് കാണും. ഇന്ത്യയുടെ ജയത്തോടെ സന്തോഷത്തോടു കൂടി തന്നെ അടുത്തൊരു വീഡിയോ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സഞ്ജു അഭിഷേക് കൂട്ടുകെട്ട് തകർക്കുമല്ലേ? അപ്പോൾ ശരി, അപ്പോൾ വിജയത്തോടു കൂടി നമുക്ക് തിരിച്ചു വരാം.